Hello students, welcome to this channel. Today we are going to discuss the topic about traveling salesman problem. Traveling salesman നേരത്തെ തന്നെ ഒരു നോട്ട്സ് ഫസ്റ്റ് മോഡ്യൂളിലെ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്സ് എന്ന കോൺസെപ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് അതിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്താണ്? എ സെയിൽസ്മാൻ ഇസ് റിക്വയർഡ് ടു വിസിറ്റ് എ നമ്പർ ഓഫ് സിറ്റീസ്. അപ്പോൾ ഒരു സെയിൽസ്മാൻ ആകുമ്പോൾ പല സ്ഥലങ്ങളിൽ സാധനങ്ങൾ കൊണ്ടെത്തിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റ് പല ഡെസ്റ്റിനേഷൻസിലോട്ട് കൊണ്ടെത്തിക്കുന്നു. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ടത് ഒരു ഷോർട്ടസ്റ്റ് പാത്താണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയാസും കവർ ചെയ്തിരിക്കണം. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ അദ്ദേഹം പോകുന്നെങ്കിൽ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള ഏരിയാസും അതിൽ കവറായിരിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നു? അപ്പോൾ ഒരു ഗ്രാഫ് തിയറി കോൺസെപ്റ്റിലൂടെ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഓപ്പറേഷൻ റിസർച്ചിലൂടെ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, ഒന്ന് ഗ്രാഫ് തിയറിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ടത് ഗ്രാഫ് തിയറിയിലുള്ള മെത്തേഡാണ്. ഈ ഗ്രാഫ് തിയറിയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പ്ലേസസ് അല്ലെങ്കിൽ സിറ്റിയിൽ പോകുന്ന ഓരോ പ്ലേസസിനെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം വേർട്ടിസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൽ പോകുന്ന ആ റോഡ്സ് കണക്ട് ചെയ്യുന്ന, അതായത് രണ്ട് സിറ്റിയെ കണക്ട് ചെയ്യുന്ന ആ റോഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഡ്ജായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഗ്രാഫ്, അത് മാത്രമല്ല ആ ഗ്രാഫിന് നമ്മൾ ഓരോ ഡിസ്റ്റൻസ് നമ്മൾ മെൻഷൻ ചെയ്യുമല്ലോ. അതായത് 10 കിലോമീറ്റേഴ്സ്, 12 കിലോമീറ്റേഴ്സ്, ഇങ്ങനെ നമ്മൾ കിലോമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഗ്രാഫിൻ്റെ ആ എഡ്ജിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിയൽ നമ്പർ നമ്മൾ അതിൽ കൊടുക്കുവാണ്. അതായത് ഒരു പർട്ടിക്കുലർ എഡ്ജ് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുവാണെന്ന് വെച്ചോ. ആ എഡ്ജ് നമ്മളിപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് എഡ്ജ് EI ആണെന്ന് നമ്മൾ എടുക്കുവാണ്. ഫ്രം എ ഡിസ്റ്റൻസ് ഫ്രം A to B, ഫ്രം എ സിറ്റി A ടു അനദർ സിറ്റി Bക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിന് നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോസ് 10 കിലോമീറ്റേഴ്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദിസ് ഈസ് കോൾഡ് as ദ വെയ്റ്റ് ഓഫ് ദ ഗ്രാഫ്. വെയ്റ്റ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യപ്പെടുന്ന ഗ്രാഫ്സിൻ്റെ പേരാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ എഡ്ജിനൊക്കെ E1, E2, E3 എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. എഡ്ജിന് നമ്മൾ വാല്യൂസ് ഒന്നും നമ്മൾ കൊടുത്തില്ല. പക്ഷേ എഡ്ജിന് ഇങ്ങനെ ഡിസ്റ്റൻസിനെ കൊടുക്കുവാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് എ വെയ്റ്റഡ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിലെ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്ന, അതായത് ആ എഡ്ജിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഇതിൽ അതേപോലെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിന് നമ്മൾ ഗ്രാഫ് തിയറിയിൽ കണ്ടെത്തുന്നത് എന്തിനാണ്? ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അതായത് ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്താൻ. അപ്പോൾ മിനിമം പോസിബിൾ ഡിസ്റ്റൻസ് ആ സെയിൽസ്മാൻ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എടുക്കുന്ന ഷോർട്ടസ്റ്റ് പാത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതായത് എന്താണ്? എല്ലാ സിറ്റീസും കവർ ചെയ്തിരിക്കണം, ബട്ട് ഹി ഹാസ് ടു ടേക്ക് എ ഷോർട്ടസ്റ്റ് പാത്ത്. എല്ലാ സിറ്റിയും കവർ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടിസസും കവർ ചെയ്തിരിക്കണം, സച്ച് ദാറ്റ് ഇറ്റ് ഹാസ് ടു കവർ ഓൾ ദ വേർട്ടിസസ് എന്നാണ് മെൻഷൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആയിരിക്കും. ബിക്കോസ് വെൻ ഹി സ്റ്റാർട്ട് ഫ്രം വൺ പ്ലേസ്, ഒരു പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ഡിസ്റ്റൻസും കവർ ചെയ്ത് വരുമ്പോൾ ഹി ഹാസ് ടു കവർ ഓൾ ദ വേർട്ടിസസ് ആൻഡ് ഹി ഹാസ് ടു റിട്ടേൺ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദ സ്റ്റാർട്ടിംഗ് സിറ്റിയിൽ അയാൾ തിരിച്ചു വന്ന് എത്തണം. ദാറ്റ് പ്രോബ്ലം ഈസ് കോൾഡ് as എ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അതാണ് ദിസ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ക്യാൻ ബി കൺവേർട്ടഡ് ടു എ പ്രോബ്ലം ഇൻ ഗ്രാഫ് തിയറി സോ ആസ് ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഇത് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് G വിത്ത് വേർട്ടിസസിനെ നമ്മൾ സിറ്റീസ് ആയിട്ടും അതിൽ കണക്ട് ചെയ്യുന്ന രണ്ട് സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന റോഡ്സിനെ നമ്മൾ എഡ്ജസ് ആയിട്ടും നമ്മൾ എടുത്തിട്ട് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്തുന്നതിന് തന്നെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് എടുക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫായിട്ട്, അതായത് വെയ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി നോക്കാം കേട്ടോ.
ഇപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ആ പ്രോബ്ലംസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ ഷോർട്ടസ്റ്റ് പാത്ത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി വേർട്ടെക്സ്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ചൂസ് ആൻ ആർബിട്രറി വേർട്ടെക്സ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ചൂസ് ആൻ ആർബിട്രറി വേർട്ടെക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് V1 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള V1 ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് V1 തന്നിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? 10, 20, അതിൽ വരുന്ന വെയ്റ്റ് 10, 20 ആൻഡ് 15. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ലീസ്റ്റ് ഏതാണ്? 10 ആണ്. സോ വി ആർ കൺസിഡറിങ് V3. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടെക്സ് ഏതാണ്? ദ പേഴ്സൺ ഈസ് മൂവിങ് സ്റ്റാർട്ടിങ് അറ്റ് V1. ഹി ഈസ് സെലക്ടിങ് ദ 3 എഡ്ജസ് ഇൻ ദിസ് വിച്ച് ഇസ് ദ ലീസ്റ്റ് വൺ എന്ന് നോക്കുന്നു. അപ്പോൾ 10 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ V3 എത്തുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രോസസ്സ്, അതായത് V3 എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? സെലക്ട് ദ വേർട്ടെക്സ് V3. ഇനി V3 എത്തിക്കഴിയുമ്പോൾ തിരിച്ച്, അതായത് ഒരിക്കൽ കവർ ചെയ്ത വേർട്ടെക്സ് വീണ്ടും കവർ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. നമ്മളിപ്പോൾ V3 എത്തിക്കഴിഞ്ഞു. V3 എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വേർട്ടിസസ് എന്ന് പറയുന്നത് 10, 25, 30 ആണ്. ഇതിൽ 10 നമുക്ക് എടുക്കാൻ പറ്റില്ല. വി ആർ നോട്ട് ഏബിൾ ടു ടേക്ക് 10 ബിക്കോസ് എന്താണ് കാര്യം? 10 നമ്മൾ ആൾറെഡി ഒരിക്കൽ പാസ് ചെയ്ത് കഴിഞ്ഞു, അത് ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ വന്നിടത്ത് തിരിച്ച് റിട്ടേൺ പോവില്ല, റിട്ടേൺ V1 നമുക്ക് പോകണ്ട. അപ്പോൾ റിമൈനിങ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? റിമൈനിങ് എഡ്ജസ് എന്ന് പറയുന്ന വെയിറ്റ് ഏതാണ്? റിമൈനിങ് വെയിറ്റ് നമുക്ക് 25 ഉണ്ട്, 30 ഉണ്ട്. ഇതിൽ ലീസ്റ്റ് ഏതാണ്? വിച്ച് ഇസ് ദ ലീസ്റ്റ് വൺ? 25 എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? അടുത്ത വേർട്ടെക്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു സെലക്ട് V2. ഇപ്പം നമ്മൾ V2 വന്ന് നിൽക്കുവാണ്. V1 നിന്ന് V3 വന്നു. V3 നിന്ന് 25, അതായത് 3 എഡ്ജസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എഡ്ജ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം റിട്ടേൺ V1 തന്നെ പോവും. അത് വേണ്ട. ബാക്കി റിമൈനിങ് 25 ആൻഡ് 30. ഇൻ ദിസ് 25 ആൻഡ് 30 വി ഹാവ് ടു സെലക്ട് ദ ലീസ്റ്റ് വൺ. ദ ലീസ്റ്റ് വൺ ഇസ് 25. ദാറ്റ് മീൻസ് വി ആർ മൂവിങ് ഫ്രം V3 to V2. That means the path we are considering is, the path sequence is from V1 to V3 he is arriving, V3 to he is moving on to V2. V2 വന്ന് കഴിയുമ്പോൾ അടുത്തത് എത്ര എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കുക. V2 വരുമ്പോൾ ഏതൊക്കെ എഡ്ജസ് ആണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്? വെയിറ്റ് ഏതൊക്കെയാണ്? ഒന്ന് 20, മറ്റൊന്ന് 30. സോ 30 നമുക്കിവിടെ എടുക്കാൻ പറ്റുമോ? 30 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? 20 നമുക്ക് എടുക്കാൻ പറ്റില്ല. റിട്ടേൺ എവിടെ പോവും? വീണ്ടും V1 പോവും. V1 വെർട്ടെക്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഇവിടെ സെലക്ട് ചെയ്യാതെ V4 ഇവിടെ ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാത്ത റിമൈനിങ് വേർട്ടിസസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 20 പോസിബിൾ അല്ല. സോ വി ഹാവ് ടു സെലക്ട് 30 അല്ലേ? അപ്പോൾ 30 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വി ആർ മൂവിങ് ഫ്രം V2 ടു V4, isn't it? V4 വരുമ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? സെലക്ട് V4. V4 വന്നു കഴിയുമ്പോൾ ആകെയുള്ള ഫൈനൽ ഓപ്ഷൻ വി ആർ ഗോയിങ് ടു റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് V1. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? V1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു, വി ഹാവ് ടു ആഡ് ഓൾ ദോസ് വെയ്റ്റ്സ്. നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ വെയ്റ്റ്സും നമ്മളിപ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ്? ഫസ്റ്റ് 10 പ്ലസ് 25 പ്ലസ് 20, not 20, it is 30 plus 15. So 35 plus 30, 65, which is equal to 80. അപ്പോൾ നമ്മുടെ മിനിമം പാത്ത് ഏതാണെന്ന് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ദ മിനിമം പാത്ത് ഈസ് which is the minimum path. നമുക്ക് നോക്കാം. Starting from V1 to V3, then V3 to V2 അല്ലേ? V3 to V2, then V2 to V4, then V4 to
So we are selecting starting from V1 10, V3, then V3 to V2, which is 25. Here the weight is 30, here the weight is 15. So starting from V1, V1 to V3, V3 to V2, V2 to V4, and V4 to V1. This is the Hamiltonian circuit. So this is the Hamiltonian circuit. So ഈ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ റിമെമ്പർ ദാറ്റ് ഒരു സർക്യൂട്ട് നമുക്ക് തരുമ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് പാത്താണ്, നമുക്ക് ഷോർട്ടസ്റ്റ് പാത്താണ് വേണ്ടത്. ഇപ്പോൾ ചില കേസസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ഒരുപോലത്തെ വെയ്റ്റ്സ് കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് പോസിബിലിറ്റീസും എടുത്തിട്ട് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം വരുന്നതിൽ നമ്മൾ തീരുമാനിക്കും ഏതാണ് ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2-ൽ നമുക്ക് ABCD എന്ന വേർട്ടിസസ് ഉണ്ട്, അതിൻ്റെ കൂടെ വെയ്റ്റ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ആർബിട്രറിലി നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാം? എയിൽ സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പോലെ എയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏത് വെർട്ടെക്സിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് ഇതിൽ തന്നെ ഇന്ന വെർട്ടെക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും ഒരു കണ്ടീഷനും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം എ മിനിമം വെയ്റ്റ് നമ്മൾ എയിൽ സെലക്ട് ചെയ്യുമ്പോൾ മിനിമം വെയ്റ്റ്സ് ഏതൊക്കെയാണ്? 2, 5, 3 അല്ലേ? അപ്പോൾ മിനിമം വെയ്റ്റ് ഏതാണ്? 2. നമ്മളപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു അല്ലേ? ഇനി നമുക്ക് ഡിയിലെത്തി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ 10, 1 റിട്ടേൺ പോകാൻ പറ്റില്ല, എ എടുക്കാൻ പറ്റില്ല. D to B is 10, D to C is 1. അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? D to C ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു സെലക്ട് D to C. നൗ വി ആർ ഇൻ C. സിയിലെത്തി കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്ര വെയ്റ്റ്സ് വരുന്നുണ്ട്. സിയിലെത്തി കഴിയുമ്പോൾ ഏതൊക്കെയാണ്? സി ഐ റൈറ്റ് ദ പാത്ത് ഹിയർ. ദ പാത്ത് ഈസ് ഫ്രം എ ടു ഡി, ഡി ടു സി, സി ടു എങ്ങോട്ടാണ് പോകേണ്ടത്? സി ടു എ പോകാൻ പറ്റില്ല, കാരണം റിട്ടേൺ എയിലോട്ട് പോവും. ബട്ട് ബി ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാത്ത എഡ്ജാണ്, വെർട്ടെക്സ് ആണ്. അപ്പോൾ നമുക്ക് ബി എടുക്കാം. സി ടു ബി, ദെൻ ഓട്ടോമാറ്റിക്കലി ബി ടു എ എടുത്താലേ ക്ലോസ്ഡ് സർക്യൂട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ദെയർഫോർ ദ ടോട്ടൽ വെയ്റ്റ്, അതായത് ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വെയ്റ്റ്സ് എല്ലാം ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? 2 + 1 + 9 + 3. So it is equal to 15. So therefore now നമുക്ക് ഇതിൻ്റെ മിനിമം പാത്ത് ഏതാണെന്ന് നോക്കാം. ദ മിനിമം പാത്ത് അല്ലെങ്കിൽ ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് വരയ്ക്കാം. സോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് സ്റ്റാർട്ടിങ് ഫ്രം വിച്ച് പോയിൻറ്റ്? സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിൻറ്റ് എ ടു ദ പോയിൻറ്റ് ബി ആണ്, ഡി ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ സ്റ്റാർട്ടിങ് ഫ്രം എ ടു ഡി, ഡി ടു സി, സി ടു ബി ആൻഡ് ബി ടു എ വരുന്നുണ്ട്. സോ എ ടു ഡി, ഡി ടു സി, സി ഡി ടു സി, സി ടു ബി, ബി ടു എ. So 2, 1, 9, 3. This is the Hamiltonian circuit. Now നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ ഈ ഒരു ഗ്രാഫിന് നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമ്മളിവിടെ കണ്ടെത്തണം. അപ്പോൾ അതിനായിട്ട് സ്റ്റാർട്ടിങ് ഫ്രം എനി ഓഫ് ദ ആർബിട്രറി വേർട്ടെക്സ് വി ക്യാൻ സ്റ്റാർട്ട് ഹിയർ, ഐദർ ഫ്രം എ ഓർ ഫ്രം ബി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വേർട്ടെക്സ് എ. എയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. എയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? സ്റ്റാർട്ടിങ് ഫ്രം എ വി ആർ കൺസിഡറിങ് ഹിയർ. എയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 വെയ്റ്റ്സ് വരുന്നുണ്ട്. 175
175, 150, 200, 100. ഇതിൽ ഏതാണ് ലീസ്റ്റ് വെയ്റ്റ്? അപ്പോൾ 4 വെയ്റ്റ്സ് വരുന്നുണ്ട്, 175, 150, 200, 100. സോ ഇതിലെ ലീസ്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 100 ആണ് ലീസ്റ്റ്. അപ്പോൾ നമ്മൾ പാത്ത് എങ്ങനെ എടുക്കണം? വി ആർ മൂവിങ് ഫ്രം എ ടു ബി ആണ് നമ്മളിപ്പോൾ മൂവിങ്. ദെൻ ബിയിലെത്തി കഴിയുമ്പോൾ ഇത് എ എടുക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഒരിക്കൽ സെലക്ട് ചെയ്ത് എടുക്കണ്ട, ബാക്കിയുള്ള 3 നോക്കുക. അതായത് റിമൈനിങ് 225, 250, 125. ഇതിൽ ഏതാണ് ലീസ്റ്റ്? ഇറ്റ് ഈസ് 125 ഇസ് ദ ലീസ്റ്റ്. അപ്പോൾ നമ്മൾ ബി ടു ദ വെർട്ടെക്സ് സി ആൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ വി ക്യാൻ മൂവ് ഫോർവേഡ്. ഇനി സിയിലെത്തി കഴിയുമ്പോൾ ഏതൊക്കെ എഡ്ജസ് ആണ് വരുന്നത്? 200 വരുന്നുണ്ട്, ദെൻ 275. ദിസ് ഇസ് 275, ദിസ് ഇസ് 200, 275 ആൻഡ് ദിസ് ഇസ് 300. അപ്പോൾ ഇത് ഇനി എടുക്കാൻ പറ്റില്ല. ബാക്കി 3 ഏതാണ് ലീസ്റ്റ് എന്ന് നോക്കുക. ബട്ട് സി ടു എ വരുമ്പോൾ സി ടു എ നമ്മൾ ആൾറെഡി എ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. സോ ഈ ഇതും എടുക്കാൻ പറ്റില്ല. ദെൻ വിച്ച് ഇസ് പോസിബിൾ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 275, 300 ഇതിൽ ഏതാണ് പോസിബിൾ? That means 275 ആണ് പോസിബിൾ. അപ്പോൾ സി ടു ഇ നമുക്ക് സെലക്ട് ചെയ്യാം. ഇയിലെത്തി കഴിയുമ്പോൾ നമ്മൾ എ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബി എടുക്കാൻ പറ്റുമോ? ഇല്ല, ബിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സി എടുക്കാൻ പറ്റുമോ? ഇല്ല, അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് സെലക്ട് ചെയ്യാത്ത ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 75. അതായത് ഡി വെർട്ടെക്സ് മാത്രം, D2. ദെൻ വിച്ച് ഇസ് ദ ലീസ്റ്റ് വൺ. അപ്പോൾ ഇയിൽ നിന്ന് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിയിൽ വന്നു കഴിയുമ്പോൾ ഇതിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിയിൽ നിന്ന് എവിടെയാണ് റിട്ടേൺ പോകേണ്ടത്? നമ്മൾ റിട്ടേൺ പോവേണ്ടത് ടു എ ആണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എയിൽ തുടങ്ങി എയിൽ തന്നെ അവസാനിപ്പിക്കുന്നു. സോ ദെയർഫോർ ദ ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിൻ്റെ വെയ്റ്റ്സ് എല്ലാം ആഡ് ചെയ്ത് എഴുതുക. So how will you add all these values? Which is equal to first one 100 plus നമ്മൾ ഏതാ എടുത്തത്? 125 plus the next one സിയിലെത്തി കഴിയുമ്പോൾ that is 275 plus 75 plus 150 which is equal to 725, which is equal to 725. സോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വെയ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മളിപ്പോൾ വേറൊരു വെർട്ടെക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോൾ എ എടുത്തത് കൊണ്ട് എൻ്റെ ആൻസർ ഇത് കിട്ടി അല്ലേ? അപ്പോൾ സപ്പോസ് ഞാൻ വേറൊരു ആൻസറാണ് എടുക്കുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സം അനദർ വെർട്ടെക്സ്. സപ്പോസ് ഞാനിപ്പോൾ ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചോ, ഈ ഡിയിലാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ മിനിമം ഡിസ്റ്റൻസ് ഏതൊക്കെ ആയിരിക്കും വരുന്നത്? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് വരുന്നോ നോക്കാം, വിച്ച് ഇസ് ദ ബെസ്റ്റ് വൺ എന്ന് നോക്കാം. അപ്പോൾ ഡിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ D2 എവിടം വരെ പോവാം? D2 ഏതാണ്? വിച്ച് ഇസ് ദ മിനിമം? ഇ അല്ലേ? ഇയിലെത്തി കഴിയുമ്പോൾ അതിലെ മിനിമം ഏതൊക്കെയാണ്? അതിലെ മിനിമം ഏതാണ്? ഇറ്റ് ഇസ് എ. D2 എ ആണ്, കാരണം 175, 225, 275, 75 സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്തത് ഏതാണ്? 175 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 175 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? 175 ആണ് എടുക്കുന്നതെങ്കിൽ റിമൈനിങ് നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? സി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ എയിലെത്തുമ്പോൾ 100 ഉണ്ട്, 200 ഉണ്ട്, 150 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? 100 ആണ് എടുക്കേണ്ടത്. അപ്പോൾ എ ടു ബി, B2 ഏതാണ്? സി എത്തുന്നു. സിയിൽ 125. ഓക്കെ, ഇതാണ് സെലക്ട് ചെയ്യുന്നത്. C2 വീണ്ടും ഏതാണ് നമ്മൾ വരേണ്ടത്? ഡി, കാരണം ഡിയിലാണല്ലോ നമ്മൾ തിരിച്ചെത്തേണ്ടത്. അപ്പോൾ C2 ഡി ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ ഗ്രാഫിൽ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ മിനിമം ഡിസ്റ്റൻസ് ആണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ മിനിമം ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ വാല്യൂ? 75 പ്ലസ് 175 പ്ലസ് 100 പ്ലസ് 125 plus 300, that is equal to 775. അപ്പോൾ which is the, ഇതിൽ നമ്മൾ രണ്ടെണ്ണം എടുത്തപ്പോൾ തന്നെ
ഈ ആൻസർ വരുന്നു. അപ്പോൾ വിച്ച് ഇസ് ദ ബെസ്റ്റ് പോസിബിൾ റൂട്ട് ഇൻ ദിസ് കാൽക്കുലേഷൻ? അപ്പോൾ ബെസ്റ്റ് പോസിബിൾ റൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ 725 തന്നെയാണ് ബെസ്റ്റ് പോസിബിൾ റൂട്ട്. യു ക്യാൻ ട്രൈ ഓൾ ദീസ് വേർട്ടിസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വേർട്ടിസസും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനേക്കാളും കുറവായിട്ട് നിങ്ങൾക്കൊരു പാത്ത് കിട്ടുവാണെങ്കിൽ ദെൻ ഓക്കെ, യു ക്യാൻ റൈറ്റ് ദ ആൻസർ. സോ മിനിമം പോസിബിൾ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ 2 എണ്ണം എടുത്തു. എയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരെണ്ണം നോക്കി. അപ്പോൾ നമ്മൾ എയിൽ സ്റ്റാർട്ട് ചെയ്ത ആൻസറാണ് നമുക്ക് കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുക? 725 വരുന്നതല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. വി ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട്. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ എടുത്ത ഡിസ്റ്റൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? എ ടു ബി, ബി ടു സി, then C to E, A to B, B to C, C to D, C to E, E to D, D to A. Okay, that is, this is 100, this is 125, this is 150, this is 275, this is 75. സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ഗ്രാഫിൽ നമുക്കിതിൻ്റെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏത് വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്യാം? ഐദർ ഫ്രം എ ഓർ ബി ഓർ ഡി. സോ ഇഫ് യു സ്റ്റാർട്ട് ഫ്രം എ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സ്റ്റാർട്ട് ഫ്രം എ, ഐ വിൽ ബി ഹാവിങ് ഫ്രം മിനിമം ഡിസ്റ്റൻസ് 1, 3, 7, 5. അതിൽ ലീസ്റ്റ് ഏതാണ്? വിച്ച് ഇസ് ദ ലീസ്റ്റ് വൺ? ഇറ്റ് ഈസ് 1. അപ്പോൾ ഞാനിവിടെ എടുക്കേണ്ട പാത്ത് എന്ന് പറയുന്നത് എ ടു സി അല്ലേ? എ ടു സി, സിയിലെത്തി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഓപ്ഷൻസ് വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട് മിനിമം വെയിറ്റ്. ഇത് ഇനി എടുക്കാൻ പറ്റില്ല, ഇത് ഒരിക്കൽ എടുത്തത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 2, 2 എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് സി ടു ഡി ഒരെണ്ണം വരുന്നുണ്ട്. ഇനി ഒരെണ്ണം ഏതാണ് നമുക്ക് നോക്കാം. എ ടു സി, സി ടു ബി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി ടു ഡി ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഡിയിൽ നിന്നാണ് ഞാനിപ്പോൾ പോകുന്നതെങ്കിൽ ഡിയിലെത്തി കഴിയുമ്പോൾ ഡിയിലെ മിനിമം വെയിറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ ഇനി ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 3, ഇത് 4, ഇത് 3. അപ്പോൾ അതിൽ നമുക്ക് 2 വെയിറ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ലീസ്റ്റ് വരുന്നത്? ഡി ടു എ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അതും എടുക്കാൻ പറ്റില്ല. അപ്പോൾ 3, 4ൽ ഏതായിരിക്കും ലീസ്റ്റ്? 3. അപ്പോൾ ഡി ടു ഇ ആണ് ഞാൻ എടുക്കുന്നത്. ഇയിലെത്തി കഴിയുമ്പോൾ ഇതെടുക്കാൻ പറ്റില്ല. ദെൻ ഇ ടു ബി എടുക്കാൻ പറ്റുമോ? ഇല്ല, അതായത് ഈ വെയിറ്റ് 6 ആണ്, ഇതും എടുക്കാൻ പറ്റില്ല. ദെൻ ഇ ടു എ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇ ടു ബി ആണ് എടുക്കുന്നത്. ഇ ടു ബി എടുത്തു കഴിഞ്ഞാൽ ദെൻ ടു ബി ടു ഏതാണ്? എ ആണ് നമ്മൾ എടുക്കുന്നത്, കാരണം ക്ലോസ്ഡ് ആയി. അപ്പോൾ എയിൽ തുടങ്ങി എയിൽ അവസാനിപ്പിച്ചു. നമുക്ക് അത് നോക്കാം. അടുത്തത് സപ്പോസ് നമ്മൾ എ ടു സി വന്നു, സി ടു നമ്മൾ ഇവിടുന്ന് ഈ വെയിറ്റ് എടുത്തതാണ് ഈ ഒരു ആൻസർ. ഇനി നമുക്ക് ഈ ഒരു ബി പോയിന്റ് എടുത്ത് നോക്കാം. ബി എടുക്കുമ്പോൾ ബി ടു, ബിയിൽ വരുമ്പോൾ ഏതൊക്കെയാണ് മിനിമം വെയിറ്റ്? 9, ഇത് 4, ഇത് 2, ഇത് 5. അപ്പോൾ സി എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം 9, 4, 5ൽ 4 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? 4 എടുക്കുമ്പോൾ ഏതാണ് പോയിന്റ്? ബി ടു ഡി. ഡിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എ എടുക്കുന്നില്ല, സി, കാരണം എ ബി സി ഡി 4 എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എടുക്കാത്തത് ഏതാണ്? ഇ ആണ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ ഇ, ദെൻ ഇ ടു എ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ വെയിറ്റ് ഏതാണ്? 1 പ്ലസ് സി ടു ബി ഡി എത്ര? 2 പ്ലസ് ഡി ടു ഇ 3 പ്ലസ് ഇ ടു
B. E to B is 9 plus 5. That is equal to, എത്രയാണ് ആൻസർ? 20. Now, ഇനി ഈ ഒരു പാത്താണ് എടുക്കുന്നതെങ്കിൽ A to C, C to B, B to D, D to E, E to A ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ 1 plus 2 plus 4 plus 3 plus 7. That is equal to 17. അപ്പോൾ ഒരുപോലെ രണ്ട് ആൻസർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിലും കൂടെ പാത്ത് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഒരു പാത്ത് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് 20 ആണ് ആൻസർ. രണ്ടാമത്തെ പാത്തിൽ 17 വരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ലാസ്റ്റ് ആൻസർ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ടോട്ടൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ആൻസർ എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 17. നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുക. സോ വാട്ട് ഇസ് ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഹിയർ? നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കും? സ്റ്റാർട്ടിങ് ഫ്രം വിച്ച് പോയിൻറ്റ്? സ്റ്റാർട്ടിങ് ഫ്രം എയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എ ടു സി, എ ടു സി, ദെൻ സി ടു ബി, ബി, ബി ടു ഡി, D, D to E, അതായത് A to C, C to B, B to D, D to E. Then E to A ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ E to A. So the weight is 1, 2, 4, 3, 7. Okay, so this is the Hamiltonian circuit. A to C, C to B, B to D, D to E, E to A is the required Hamiltonian circuit. അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കേണ്ടത്, നമുക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാത്തും ചെയ്ത് നോക്കിയിട്ട് അതിലുള്ള ആൻസർ, ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ എടുത്തെഴുതുക. സോ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു 17 ആൻഡ് ഹെൻസ് ദ പാത്ത് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ആൻസറിൽ എടുക്കാം. ഓക്കെ, so hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.